വിശ്വാസങ്ങൾ നമ്മളെ തളച്ചിടും. എന്താണത്? നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന കാര്യമാണ്, വായിച്ചാൽ മാത്രമേ വളരൂ. ശരിയാണ് അല്ലേ? പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളായിരിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും, എനിക്ക് വായിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ടെക്നോളജി നമ്മൾക്ക് വായിച്ചിട്ടില്ലെങ്കിലും കേട്ടും കണ്ടൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. രണ്ടാമത്തെ കാര്യമാണ്, ചില ആളുകളൊക്കെ പറയാറുണ്ട്, എത്ര റിസ്ക് എടുത്തിട്ടും കാര്യമില്ല, ജീവിതത്തിൽ വിജയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളത്. അവരെന്തിനാണ് റിസ്ക് എടുത്തത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആളുകൾ ഒരുപാട് റിസ്ക് എടുക്കും, അവര് ആ ഒരു പ്രത്യേക കാര്യത്തിന് മാത്രമായിരിക്കില്ല, അവര് വെറുതെ കുറെ റിസ്ക് എടുത്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങനെ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. നമ്മൾ എന്തിനാണ്, എങ്ങനെയാണ് റിസ്ക് എടുക്കുന്നത് എന്നൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രത്യേക മേഖലയ്ക്ക് മാത്രം ആ ഒരു മേഖല എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നതാണോ, എനിക്ക് റിസൾട്ട് ഉണ്ടാക്കി തരുന്നുണ്ടോ, അതുപോലെ അത് സമൂഹത്തിന് ഉപകരിക്കുന്നതാണോ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. മറ്റൊന്ന് കേൾക്കാറുള്ളത്, നല്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കേ വിജയിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത്. ചില മേഖലകളിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നിർബന്ധമുള്ള ഏരിയകളുണ്ട്, അവിടെ ഓക്കെ. അല്ലാത്ത ഒരുപാട് മേഖലയും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് നമ്മളുടെ ജീവിതവുമായിട്ട് ഒരിക്കലും നമ്മുടെ ഈവൻ മാതാപിതാക്കളാണെങ്കിലോ അല്ലെങ്കിൽ മറ്റ് ഇൻലോസ് ആരാണെങ്കിലും എല്ലാവരുടെയും ജീവിതം വ്യത്യസ്തമാണ്, എല്ലാവർക്കും വേറെ വേറെ വഴികളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കലും അവരുടെ ലൈഫുമായിട്ട് നമ്മുടെ ലൈഫ് കമ്പയർ ചെയ്യരുത്. അങ്ങനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പം നമ്മളുടെ വഴി തീരുമാനിച്ചിട്ട് അതിൽ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ റിസ്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ജീവിതത്തിൽ നമ്മളുടെ പ്രത്യേക മേഖലയിൽ നമുക്ക് എക്സലൻ്റ് ആയിട്ട് മാറാൻ അത് സഹായിക്കും. താങ്ക് യു.